ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുന്നേ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് മകയിര നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. ഈ നക്ഷത്ര ജാതർക്ക് ബാല്യത്തിൽ ക്ലേശങ്ങൾ കൂടുതലായി കാണാം. ഇവർ ശുദ്ധ മനസ്ഥിതിയുള്ളവരാകയാൽ ആളുകളെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അബദ്ധങ്ങളും ചതിവുകളും പറ്റും. മകയിര നക്ഷത്ര ജാതർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥമുള്ളവരുമായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്തു തീർക്കുവാൻ കഴിയും. ജീവിതത്തിൽ ആദ്യ ഭാഗം ക്ലേശവും മധ്യഭാഗവും സുഖവും അനുഭവിക്കാനുള്ള ഒരു ഇതാണ് കാണുന്നത്. സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിലെത്തും. നല്ല സംഭാഷണത്തിൽ ആരെയും വശത്താക്കാൻ ഇവർക്ക് കഴിയും. സംഭാഷണത്തിൽ ആരെയും വശത്താക്കാൻ കഴിയുമെങ്കിലും മുൻകോപം സൗഹൃദത്തെ നശിപ്പിക്കും. സുഖഭോഗത്തിലും ആഡംബരത്തിലും ഭ്രമമുള്ളവരാണ് ഇവരിൽ ചിലർ. അന്യർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ചിലവ് ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കുകയില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഇവർ ബാധ്യതകൾ വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. കൂട്ടുകെട്ടിൽ കൂടി നിയന്ത്രിക്കാനാവാത്ത ചില സ്വഭാവത്തിന്, അതായത് ലഹരി പദാർത്ഥങ്ങൾ പെണ്ണുങ്ങളായാലും ചിലർക്ക് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവാനുള്ള സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നക്ഷത്ര ജാതകർ ഈശ്വരവിശ്വാസികളായിരിക്കാം. എല്ലാ കാര്യത്തിലും അമ്മയുടെ മാതാവിൻ്റെ പിൻബലം ഉണ്ടാകുമെന്നുള്ളൊരു തൻ്റെ ഇടവർക്കുണ്ട്. പിന്നെ അവർക്ക് കലാപരമായ കഴിവുകളുണ്ട്. ആഡംബരത്തോടൊപ്പമുള്ള ഭ്രമം ഉണ്ട്. ലൗകിക സുഖങ്ങളൊക്കെ അവർക്ക് താല്പര്യമാണ്. മാതാപിതാക്കളൊക്കെ സ്നേഹത്തോടെയൊക്കെ പെരുമാറി ഭാര്യമാർ നിർബന്ധ ബുദ്ധികളും ഒക്കെ ഉള്ളവരാണ്. ദേഷ്യം കൂടുതലായിരിക്കും. ഇതിന് കൂടുതൽ നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ ആൾക്കാരെ കയ്യിലെടുക്കും. അവരുടെ കഴിവും ഇതിനെ കൂടുതലുണ്ട്. ജാതകത്തിൽ ബുധന് ബലമുള്ള ജാതകമാണെങ്കിൽ മാത്രം കണക്ക് എഞ്ചിനീയറിംഗിലേക്ക് ശോഭിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് ചഞ്ചല സ്വഭാവം ചില സമയത്ത് ഉണ്ടാകും. പക്ഷെ അധ്യാപക വൃത്തിയിൽ ഇവർ ശോഭിക്കും. വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും. പങ്കാളിയുടെ അനാരോഗ്യം കൊണ്ട് ക്ലേശമുണ്ട്. പക്ഷേ എന്നാൽ ആശയപരമായ ഭിന്നതയും കുടുംബത്തിനുണ്ടാകാവുന്നതാണ് ഇവരുടെ കുടുംബം. ഈശ്വരവിശ്വാസമുണ്ട് ഇവർക്ക്. അതിൽ നിന്നുണ്ടാകാവുന്ന ആത്മവിശ്വാസം എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരും. ഈ നക്ഷത്രത്തിൽ ജനിച്ചത് സുന്ദരികളായ സ്ത്രീകളായിരിക്കാം. അതായത് സ്ത്രീകൾക്ക് സൗന്ദര്യമുണ്ടാകും. നന്നായി സംസാരിക്കാൻ ഇവർക്ക് കഴിയും. ഭരണങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യമുള്ളവരായിരിക്കും. സന്താന ഭാഗ്യമുള്ളവരും ഒക്കെയാണ്. ധർമ്മത്തിലൊക്കെ കൊടുക്കുന്നതിനൊക്കെ താല്പര്യമുണ്ട്. ഇത് മകയിര നക്ഷത്രത്തിൻ്റെ ബാല്യകാലം അത്രയ്ക്ക് സുഖമില്ല. ആരോഗ്യക്കുറവ് ഒക്കെ ഉണ്ടാകും. അസ്വസ്ഥതകളൊക്കെ അവരുടെ വയസ്സിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ 21 വയസ്സ് കഴിഞ്ഞാൽ 35 വയസ്സ് വരെ കാലം നല്ലൊരു സമയമാണ്. വിദ്യാഗുണം തൊഴിലഭിവൃത്തി തുടങ്ങിയൊക്കെ ഈ സമയത്താണ് ഉണ്ടാകുക. 37 വയസ്സിന് ശേഷം ജീവിതത്തിലേറെ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. പക്ഷേ സ്വജനവിശ്വാസം ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകെട്ടുകൾ ദോഷകരമായി മാറിയെത്താനും സാധ്യതകളുണ്ട്. ഇക്കാര്യം ശ്രദ്ധിക്കുക. 56 വയസ്സ് വരെ ഇത് തുടങ്ങി. ബാക്കി ജീവിതം ശാന്തമായിരിക്കും. പക്ഷേ ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സജ്ജനങ്ങളുമായൊക്കെ സഹകരിച്ചു പോകും. അങ്ങനെയാണ് മകയിരത്തിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും